ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് കൊച്ചിയിൽ യൂബർ ഓടണാണോ ബെറ്റർ, ബാംഗ്ലൂരാണോ ബെറ്റർ എന്നാണ്. അപ്പോൾ എനിക്കിങ്ങനെ കുറേ പേര് മെസ്സേജ് വിടാൻ നേരത്തെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബാംഗ്ലൂർ ഓടുന്നതാണോ കൊച്ചിയിൽ ഓടുന്നതാണോ ബെറ്റർ, എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ കുറേ പേരൊന്നും ചോദിക്കാറില്ലെങ്കിലും കുറേ പേർക്ക് ഇത് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഞാൻ ഒരു 3-4 വർഷത്തോളമായിട്ട് യൂബർ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ബാംഗ്ലൂർ ഞാൻ ഒരു 3-4 മാസമേ യൂബർ ഓടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും കാര്യങ്ങൾ പറയുക. ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക, എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം അതിൽ പോരായ്മകളുണ്ടാവും. പിന്നെ കൊച്ചിയിലാണെങ്കിൽ പിന്നെയും നമുക്ക് ഒരു അത്യാവശ്യം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാം. ബാംഗ്ലൂരും വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുക. അപ്പോൾ അതിൽ പോരായ്മകളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കൊച്ചിയാണോ ബാംഗ്ലൂരാണോ ബെറ്റർ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ബാംഗ്ലൂരാണ് ബെറ്റർ എന്നാണ്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിയിൽ ഇപ്പോൾ പൊതുവേ ട്രിപ്പുകൾ കുറവാണ്. ബാംഗ്ലൂർ പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ഓൺലൈനിലാക്കുമ്പോൾ തന്നെ എൻ്റെ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ഓൺലൈനിൽ ജസ്റ്റ് ആക്കുമ്പോൾ തന്നെ നമുക്ക് ട്രിപ്പുകൾ പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം എൻ്റെ വീട് ഇവിടെ കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 1000 രൂപ കിട്ടിയാൽ ഇവിടെ തന്നെയാണ് ലാഭം എന്നാണ് എൻ്റെ ഒരു ഇത്. ഫാമിലിയുടെ കൂടെ തന്നെ നിൽക്കാം. അതേപോലെ തന്നെ എനിക്ക് താമസത്തിൻ്റെ വേറെ ചിലവ് വരുന്നില്ല, ഫുഡിൻ്റെ വേറെ ചിലവ് വരുന്നില്ല. പിന്നെ ഓൾറെഡി എനിക്ക് ഇവിടെ വണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് കൊച്ചി തന്നെയാണ് ബെറ്റർ. പക്ഷെ പിന്നെ ബാംഗ്ലൂർ ഞാൻ ബെറ്ററാന്ന് പറയാൻ കാര്യം ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു പേഴ്സണൽ ട്രിപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ കോതമംഗലം അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഓൺലൈനിലാക്കിയിട്ടിട്ടും എനിക്ക് ഇതുവരെയും ഒരു മണിക്കൂർ ആയിട്ടും എനിക്ക് ഇതുവരെ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല തിരിച്ച്. പക്ഷേ ബാംഗ്ലൂരാണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്കൊരു പെട്ടെന്ന് തന്നെ ട്രിപ്പ് അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ അവിടെ ഓടിയപ്പോഴൊക്കെ എനിക്ക് ഉണ്ടായത്. പിന്നെ ബാംഗ്ലൂരിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 11,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റെൻറ്റ് 24/7 വണ്ടി കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 150 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 150 രൂപ റെൻറ്റിൽ അങ്ങനെ കിട്ടും. അല്ലാണ്ട് ഇപ്പോൾ 11,000 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനില്ലെന്നാണെങ്കിൽ ചെറിയ ഡെപ്പോസിറ്റിൽ വണ്ടി 500 റെൻറ്റ് എന്നുള്ള രീതിയിൽ 12 മണിക്കൂറിലേക്ക് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ 11,000 കൊടുത്ത് നമ്മൾ എടുക്കണമെന്നാണെങ്കിൽ ഈ 24 hours ഓടുമെന്നാണെങ്കിൽ മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം 24 അല്ല, ഒരു 14 മണിക്കൂറെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഓടാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെന്നാണെങ്കിൽ മാത്രമേ അങ്ങനെ എടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം നമുക്കൊരു 10-14 മണിക്കൂറൊക്കെ ഓടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മടുപ്പ് വരും. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഇപ്പോൾ ഈ 150 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 150 രൂപ റെൻറ്റ് വരുള്ളൂ. അല്ലെന്നാണെങ്കിൽ നമുക്കൊരു 444 രൂപ 600 രൂപ ആ റേഞ്ചൊക്കെ വരും. അല്ലെന്നാണെങ്കിൽ പിന്നെ 12 മണിക്കൂറിലേക്ക് 500 രൂപക്ക് റെൻറ്റ് കൊടുക്കണ ടീമുകളുണ്ടാവുക. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3,000 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 12 മണിക്കൂറിലേക്ക് വണ്ടി റെൻറ്റ് കിട്ടും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതും വലിയ കുഴപ്പമില്ല. കാരണം 12 മണിക്കൂർ ഓടിക്കഴിയാൻ നേരത്ത് നമുക്ക് ഒരു 2,800 രൂപക്കൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അതിലൊരു 800 രൂപ CNG വന്നാലും ഒരു 500 റെൻറ്റും പോയാലും ബാക്കി 1,500 രൂപ കയ്യിലിരിക്കും. പിന്നെ ബാക്കി ചില ഈ 500 റെൻറ്റ് കൊടുക്കുന്നവർ മിക്കവരും തന്നെ PG ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലർ മാത്രമാണ് PGകൾ കൊടുക്കാത്തത്. അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഫുഡിൻ്റെ ചിലവ് മാത്രമായിരിക്കും. അത് നമ്മൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫുഡിൻ്റെ. എങ്ങനെ പോയാലും ഒരു 1000 രൂപ ഏറ്റവും കുറഞ്ഞത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മിനിമം ഒരു 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ ഒരു കണ്ടീഷൻ പറയാറുള്ളൂ. 10 ട്രിപ്പൊക്കെ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 11,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 24 hours നമുക്ക് വണ്ടി കിട്ടും. 7 ദിവസം 24/7 നമുക്ക് വണ്ടി കിട്ടും. അപ്പോൾ അത് നല്ല രീതിക്ക് ഓടാന്നുള്ള മൈൻഡുള്ളവരാണെങ്കിൽ അതെടുത്താൽ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം അത്യാവശ്യം ഒരു 14 മണിക്കൂറൊക്കെ ഓടാൻ എന്നുള്ള മൈൻഡാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഇപ്പോൾ റെൻറ്റ് ഇപ്പോൾ 150 ട്രിപ്പ് ആയില്ലെങ്കിലും ഒരു 120 ആ റേഞ്ചൊക്കെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ 120 ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാലും 450 രൂപ റെൻറ്റ് വന്നാലും 110 ട്രിപ്പ് വരുമ്പോൾ 450 രൂപ റെൻറ്റ് വന്നാൽ അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഇപ്പോൾ ഈ 12 മണിക്കൂറിനേക്കാളും കൂടുതൽ നമുക്കതിൽ ഓടാൻ നേരത്ത് നമുക്ക് അത്രയും ഇപ്പം 2,800 രൂപ ഓടാൻ പറ്റുന്ന ഓട്ടം നമുക്കൊരു 3,500 രൂപ ഓടാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ അതും കൂടി കുറച്ചും കൂടി പൈസ കയ്യിരിക്കും. പിന്നെ ആ 11,000 നമുക്ക് ഒരു 90 ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡും ഇതനുസരിച്ച് എടുക്കുന്നതായിരിക്കും ബെറ്റർ.
പിന്നെ ട്രാഫിക് നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാഫിക് ഉണ്ട് ബാംഗ്ലൂർ. കൊച്ചിയിൽ പക്ഷെ അത്ര ട്രാഫിക് ഇല്ല. അതൊരു ബാംഗ്ലൂരിനെ സംബന്ധിച്ചൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കൂടി നമ്മ ഇവിടെ ഇപ്പം ഇത്ര നേരം കൊച്ചിയിൽ ഇപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കിടന്നു കഴിയുമ്പോഴായിരിക്കും ഒരു ട്രിപ്പ് കിട്ടണത്. പക്ഷേ ബാംഗ്ലൂരിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തൊരു 5 മിനിറ്റിനുള്ളിൽ എങ്ങനെ വന്നാലും ട്രിപ്പ് കിട്ടും. എനിക്ക് അവിടെ പോയപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ കൊച്ചിയിൽ ഇപ്പോൾ പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നല്ല രീതിക്ക് ഏൺ ചെയ്യുന്നവരുണ്ട്. ഓട്ടം ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇവിടെയുള്ളവരാണെങ്കിലും കൂടി ഇപ്പോൾ ഓട്ടം കുറവാണെന്ന് പറയുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. അത് ഓരോരുത്തർ ഇപ്പം എൻ്റെ കാര്യം എനിക്കറിയാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പറയണത് കൊച്ചിയിൽ ഇപ്പോൾ കുറച്ച് ഓട്ടം കുറവാണ്. എന്നാലും റെൻ്റൊക്കെ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ കുറച്ച് അത്ര ലാഭം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഓടാം. അതൊന്നും നമ്മ ആരെയും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ തീരുമാനമാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഓടണമെങ്കിൽ നമുക്ക് കൊച്ചിയിൽ വന്ന് ഓടാം, എവിടെ വേണമെങ്കിലും ഓടാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, ഇപ്പോൾ കൊച്ചിയിലുള്ളവരെ സംബന്ധിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇവിടെ നിന്നുള്ള കൊണ്ടിട്ട് വീട്ടിലേക്ക് പോയി നിൽക്കാം. അതിൻ്റെ ചിലവ് വരുന്നില്ല, ഫുഡിൻ്റെ ചിലവ് വരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഫാമിലിയുടെ കൂടെ ഇരിക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു 1000 രൂപ കിട്ടിയാലും ഞാൻ വലിയ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾ ഞാൻ ഇപ്പോൾ എന്തായാലും പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് കുറച്ച് നാളിപ്പോൾ ഇവിടെ ഫാമിലിയുടെ കൂടെ നിൽക്കാമെന്നുള്ളൊരു മൈൻഡിലാണ് കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അടുത്ത് തന്നെ പോകുന്നുണ്ട് ഞാൻ. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ ഞാൻ എന്തായാലും പോകാനുള്ളൊരു പ്ലാനിലേക്ക് നിൽക്കണതാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വേറെ എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പോകാമെന്ന് ഓർത്തിരിക്കണതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് വ്ളോഗുകൾ ഇനി ഇടും. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി, ഇനി ബാംഗ്ലൂരിലേക്ക് പോകുന്നില്ലേ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. എന്ത് പറ്റി, അവിടെ നിന്ന് പോകുന്നതാണോ? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഇവിടെ കൊച്ചി തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാം. അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഓക്കെ, എനിക്ക് കൊച്ചി തന്നെയാണ് ബെറ്റർ. പിന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് റെൻ്റ് എടുത്ത് ഓടാനാണ് കൊച്ചിയിൽ വന്നിട്ട് എന്നെ ഒരുപാട് പേര് അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ തന്നെ ബെറ്റർ എന്നാണ്. കാരണം ഇവിടെ വന്നാലും നമുക്ക് ഈ പറഞ്ഞ PGയുടെ ചിലവ് വരും, ഫുഡിൻ്റെ ചിലവ് വരും, എല്ലാം വരും. അപ്പോൾ അതിൻ്റെ ഒപ്പം റെൻറ്റും കൂടി ഇവിടെ എങ്ങനെ വന്നാലും 800 രൂപ എന്തായാലും റെൻറ്റ് വരുന്നുണ്ട് ഒരു വെഹിക്കിൾ എടുത്ത് ഓടാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഓട്ടവും കുറച്ച് കുറവാണ്. അപ്പോൾ എല്ലാം കൂടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ നേരത്ത് ബാംഗ്ലൂർ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ്, എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പം ബാംഗ്ലൂരിലെ കാര്യമാണെങ്കിലും ഏറ്റവും കുറഞ്ഞ 1000 രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് പറഞ്ഞാണ്. ഞാൻ ഇപ്പോൾ 12 മണിക്കൂറിൽ 3000 രൂപ മേലെ ഓടിയേക്കുന്ന സാഹചര്യം ഓടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ട്രിപ്പും അതൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലും ഏറ്റവും കുറഞ്ഞ 2800 രൂപയെങ്കിലും ഓടാൻ പറ്റും മര്യാദക്ക് ഓടാനാണെങ്കിൽ. അതുപോലെ തന്നെ അല്ലെങ്കിൽ മാക്സിമം അത്രയും 12 മണിക്കൂറിൽ ഓടാൻ നമ്മൾ നോക്കണം. കാരണം അല്ലെങ്കിൽ നമുക്കത് ആ പണിക്ക് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 1000 രൂപയെങ്കിലും സേവിങ്സ് വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ചില PGകൾ ഫുഡ് ഉൾപ്പെടെ കൊടുക്കുന്ന PGകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അവിടെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ ഫുഡിൻ്റെ ചിലവ് തന്നില്ല. അപ്പോൾ ഡെയിലി നമുക്ക് ഈ പറഞ്ഞ 1500 രൂപ, ഇപ്പം അതിൽ കൂടുതൽ നമ്മൾ ഇപ്പോൾ 3000 രൂപ ഒക്കെ ഓടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ടൊക്കെ ബാക്കി സേവിങ്സ് ആയിട്ട് വെക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ ചിലവും അതുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കൊച്ചിയിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും എന്തായാലും പണിയെടുക്കേണ്ടി വരും. പണിയെടുക്കാൻ അത്യാവശ്യം വണ്ടി ഓടിക്കാനും മൈൻഡുള്ളവരാണെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരിക. ഇപ്പോൾ ബാംഗ്ലൂർ പോകണമെന്നാണെങ്കിലും ഈ അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ഓടിക്കാനൊരു താല്പര്യമുള്ളവരും നല്ല രീതിക്ക് പണിയെടുക്കാൻ മൈൻഡുള്ളവരും മാത്രം ഈ ഫീൽഡിലേക്ക് പോകാനേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അല്ലാണ്ട് നമ്മ ഇപ്പോൾ പോയിട്ട് ഓട്ടമില്ല എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും നല്ല രീതിക്ക് ഇപ്പോൾ ഒരുപാട് പേര്, നമ്മുടെ സുഹൃത്തുക്കൾ, ഒരുപാട് ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് നല്ല രീതിക്ക് ഏൺ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓരോ ദിവസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങൾ. നമ്മളുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് കൊച്ചിയിലെ കാര്യങ്ങൾ. പക്ഷെ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഞാൻ ഉറപ്പായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ചെറിയ ട്രിപ്പുകളാണെങ്കിലും ഇങ്ങനെ ബുക്കിംഗ് വന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എവിടെയാണെങ്കിലും നമ്മൾ പണിയെടുക്കാണ്ട് ഒരു പണി നടക്കൂല. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞ ഒരാളെ നിർബന്ധിച്ച് ഒരിടത്തേക്കും പോയി ജോയിൻ ചെയ്യാനോ ഒന്നും പറയുന്നില്ല. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ അതിനുള്ള ജോയിൻ ചെയ്യുക. അതിന് ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ
എനിക്ക് അവിടുത്തെ കുറച്ച് കോൺടാക്ട് നമ്പർ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ കുറച്ച് പേര് ഇങ്ങനെ ഈ റെന്റിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ പരിചയത്തിലുള്ളവർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അല്ലെങ്കിൽ കമ്പനി ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഒരാളെയും പ്രൊമോട്ട് ചെയ്യണമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ എൻ്റെ തന്നെ ഒരു വാട്സപ്പ് നമ്പറാണ്, അത് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നാണെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ തന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നമ്പറും തന്ന കാര്യങ്ങളും പറഞ്ഞു തരാം. അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരാളോടും അവിടെ പോയി ജോയിൻ ചെയ്യുക, എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരും ഓടുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ഇടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്, ഇങ്ങനെ ഓട്ടം ഒന്നും കിട്ടുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അതിപ്പോൾ കൊച്ചിയിലോടുന്ന വീഡിയോ ഇടാൻ നേരത്തും ചിലരിങ്ങനെ പറയണേക്കാം ഇവിടെ ഓട്ടം ഒട്ടുമില്ല അതായതാന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് ഞാൻ ഓടാൻ നേരത്ത് കൊച്ചിയിലാണെങ്കിലും ഓടാൻ നേരത്ത് ഒരു ഏറ്റവും കുറഞ്ഞ 2500 രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഈ റെന്റൽ പ്ലാൻ എടുക്കുന്നവരും എല്ലാവരും അങ്ങനെയുള്ള അവരോടൊക്കെ, പിന്നെ ഈ പുറത്തുനിന്ന് വന്ന് ഇവിടെ താമസിക്കുക എല്ലാ ചിലവും കൂടി വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ബാംഗ്ലൂരാണ് ബെറ്റർ എന്ന്. കാരണം അവിടെ ചെറിയ റെന്റിൽ നമുക്ക് വണ്ടി കിട്ടും. പിന്നെ എവിടെയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു പ്രോഫിറ്റ് കിട്ടും. പിന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ കമൻറ്റ് ഇട്ട് മാത്രം നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ഇറങ്ങി പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ എല്ലാം ഓരോരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോയൊക്കെ ഇഷ്ടമായെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തായാലും ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും വ്ളോഗ്സൊക്കെ ഞാൻ ഇടാമെന്നുള്ള ഒരു ഇതിൽ തന്നെ നിൽക്കണതാണ്. അപ്പോൾ ഇനിയും അതുപോലത്തെ വീഡിയോസൊക്കെ ഇടാം എന്നുള്ളൊരു പ്ലാനാണ്. വീഡിയോക്ക് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് അറിയാം, എന്നാലും ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് ഷെയറൊക്കെ ചെയ്ത് കൊടുത്തു ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആവട്ടെ. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ബൈ.